ഹലോ, എല്ലാവർക്കും ജേണി വിത്ത് അമിതിയുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ചിക്കൻ സ്റ്റൂ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റേതായ ഒരു സ്റ്റൈലാണ് കേട്ടോ. ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളും ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയൊരു ചിക്കൻ സ്റ്റൂ ഐറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും എല്ലാം അരിഞ്ഞു വെക്കാം, ചിക്കനും കഴുകി വെക്കാം. അതിനുശേഷം പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായതിനു ശേഷം അതിനകത്തോട്ട് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഇച്ചിരി കാഷ്യൂ, കിസ്മിസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് ചൂടാക്കിയെടുക്കാം. അത് ഇച്ചിരി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ അരിഞ്ഞ സവോള ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആവണമെന്നില്ല, ഏകദേശം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ജസ്റ്റ് ഒരു വേറെ മസാലയൊന്നും ഇടണ്ട, ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി അതിന് ശേഷം കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കാം. ആ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വഴറ്റിയതിന് ശേഷം ക്യാരറ്റ്, കിഴങ്ങ് ഈ ഐറ്റം കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വേവിച്ച് അതിച്ചിരി ഒന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം നമുക്ക് അതിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായി ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇച്ചിരി കൂടെ കുറുകി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച്, അധികം തിളക്കിയൊരു ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങിയേക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ സ്റ്റൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. താങ്ക് യു.